നമ്മളോട് തെറ്റ് ചെയ്ത മറ്റു മനുഷ്യരോട് നാം ക്ഷമിക്കേണ്ടതുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മളുടെ മനസ്സിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം കാണുന്ന സിനിമകളും വായിക്കുന്ന കഥകളുമാണ്. എല്ലാ കഥകളിലും തന്നോട് തെറ്റ് ചെയ്ത വില്ലനെ തോൽപ്പിക്കുന്ന നായകനെയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ മനസ്സിൽ പ്രതികാരം ചെയ്യുന്നതാണ് ഹീറോയിസം എന്നുള്ളൊരു ചിന്ത കടന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സത്യത്തിൽ നാം മറ്റൊരു മനുഷ്യനോട് ക്ഷമ കാണിക്കുമ്പോൾ അവിടെ രക്ഷപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നാം ഒരാളോട് ക്ഷമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്ത ഒരു മനുഷ്യന് നാം മാപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം ചെയ്തതാണ് ശരിയെന്നോ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നോ സമ്മതിക്കുകയല്ല നാം ചെയ്യുന്നത്. പകരം നാം ആ ഒരു ചിന്ത, അദ്ദേഹത്തോടുള്ള നമ്മളുടെ മനസ്സിൻ്റെ ആ വൈരാഗ്യം, ആ ദേഷ്യം ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ നാം ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള ഗുണം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മാനസിക ബലം മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അത് കാണിക്കുന്നത്. ദുർബലമായ മനസ്സുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വേണ്ടി സാധിക്കില്ല. വൈകാരിക ബുദ്ധി ഉള്ള വ്യക്തികൾക്ക് മാത്രമേ കോപം ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മളോട് ഒരാൾ അനീതി കാണിച്ചാൽ നമുക്ക് ദേഷ്യമുണ്ടാകും. ആ ദേഷ്യത്തെ അതിജീവിച്ച് അവർക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ അത് നമ്മളുടെ മാനസികമായ ബലത്തിൻ്റെ തെളിവാണ്. നിങ്ങൾ കരുത്തനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരവസ്ഥയാണത്. എന്ന് മാത്രമല്ല, മാനസിക ബലം ഇല്ലാത്തവരാണ് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത്. പ്രതികാരം അവരെ എവിടെ കൊണ്ടുവന്നെത്തിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് വഴക്കുണ്ടാകുന്നു. ആ സമയത്ത് പ്രതികാര മനോഭാവവുമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് നാളെ ഒരു കയ്യാങ്കളിയിലേക്ക് വരെ എത്താം. ശാരീരികമായ ആക്രമണങ്ങളിലേക്ക് എത്താം. ഒന്നുകിൽ അത് നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കും, അല്ലെങ്കിൽ അത് നിങ്ങളെ ജയിലിൽ എത്തിക്കും. അതായത് നിങ്ങൾ അദ്ദേഹത്തെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന മനുഷ്യനെയാണ് പരിക്കേൽപ്പിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ജയിലിൽ എത്തിക്കും. പകരം നിങ്ങൾക്കാണ് പരിക്കേൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആശുപത്രി കിടക്കയിലെത്തും. ഒരു തരത്തിലുള്ള മത്സരത്തിലും ഒരു വ്യക്തികളും ജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ പോലും ആരും തന്നെ ജയിക്കുന്നില്ല. 2 കൂട്ടരും തോൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 2 കൂട്ടർക്ക് നഷ്ടമുണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മത്സരിക്കുന്നതും പ്രതികാരം ചെയ്യുന്നതുമല്ല ശരിക്കുള്ള വിജയം. തോറ്റുകൊടുത്ത് വിജയിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ചിലപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ നോട്ടത്തിൽ നമ്മൾ തോറ്റുകൊടുത്തതായിട്ട് തോന്നാം. പക്ഷേ യഥാർത്ഥ വിജയം അവിടെ ക്ഷമിച്ച് പിന്മാറുന്ന വ്യക്തിക്കാണ് യഥാർത്ഥ ശാശ്വതമായ വിജയം കിട്ടുന്നത് എന്നുള്ളതാണ് സത്യം. രണ്ടാമത് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ക്ഷമാശീലം സഹായിക്കുമെന്നുള്ളതാണ്. അതായത് വിരോധഭക്തി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധം തോന്നിയാൽ നിങ്ങൾ സ്നേഹിക്കുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾക്ക് വിരോധമുള്ള മനുഷ്യരെയാണ്. പണ്ട് ദുര്യോധനാദികൾ ഏറ്റവും കൂടുതൽ കൗരവരെ പറ്റിയിട്ടല്ല ചിന്തിച്ചിട്ടുള്ളത്. അവർ ചിന്തിച്ചിട്ടുള്ളത് ഭൂരിഭാഗവും പാണ്ഡവരെ പറ്റിയിട്ടാണ്. അത് ശത്രുവിനോടുള്ള ഭയം കൊണ്ടുണ്ടാകുന്നൊരു മാനസികാവസ്ഥയാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. നിങ്ങളുടെ വീടിൻ്റെ ഇരുവശത്തായിട്ട് 2 കുടുംബങ്ങൾ താമസിക്കുന്നു എന്ന് ചിന്തിക്കുക. വലതുവശത്ത് താമസിക്കുന്നത് നിങ്ങളുടെ സുഹൃത്താണ്. ഇടതുവശത്ത് താമസിക്കുന്ന വ്യക്തി നിങ്ങളോട് ശത്രുതയുള്ള വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വൈരാഗ്യമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ ഇടതുവശത്തെ വീട്ടുകാരെ പറ്റിയിട്ടായിരിക്കും. നേരിട്ട് അവരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ അവിടെ ആരാണ് വന്നത്, അവരെവിടെയാണ് പോയത്, അവരെന്താണ് ചെയ്യുന്നത്, ഇതെല്ലാമായിരിക്കും നിങ്ങളുടെ ചിന്ത. ഈ ഏഷണിയും കുശുമ്പും ഒക്കെ പറയുന്ന ആൾക്കാരെ കിട്ടിയാൽ അവരിൽ നിന്ന് മാക്സിമം അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഈ ശത്രുതയുള്ള വീട്ടുകാരുടെ നീക്കങ്ങളായിരിക്കും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് വിരോധഭക്തി. ഈ വിരോധഭക്തി കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബ്രെയിന് ഒരു സമയം 2 കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി സാധിക്കില്ല. ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ ചിന്തിക്കാൻ വേണ്ടി സാധിക്കൂ. ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ പ്രവർത്തിക്കേണ്ട നിങ്ങളുടെ സമയവും ഊർജവുമാണ് ശത്രുവിനെ പറ്റി ചിന്തിച്ച്, അല്ലെങ്കിൽ അവർ മൂലം നിങ്ങൾക്കുണ്ടായ ഒരു വേദനിപ്പിക്കുന്ന അനുഭവത്തെപ്പറ്റി ചിന്തിച്ച് ആ ശത്രുത കൊണ്ടു നടക്കുന്ന അത്രയും സമയം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാവിയെ പറ്റിയിട്ടുള്ള ചിന്തകളാണ്. ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളാണ് അവിടെ ഉപേക്ഷിക്കപ്പെടുന്നത്.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ആ ക്ഷമാശീലം സഹായിക്കും എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്ക് കിട്ടുന്ന ഗുണം നമുക്ക് ശാരീരികമായിട്ട് കിട്ടുന്ന ആരോഗ്യമാണ്. അതായത് നമ്മളുടെ ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരോട് ശത്രുത വെച്ചു പുലർത്തുന്ന സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സെപ്പോഴും കലുഷിതമായിരിക്കും. കോപവും അസൂയയും ദേഷ്യവും വെറുപ്പും അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളായിരിക്കും നമ്മളുടെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. ശാന്തമായ മനസ്സായിരിക്കില്ല. അങ്ങനെ വൈരാഗ്യമൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുൻകോപവും ഒക്കെയുള്ള ആൾക്കാരുടെ മുഖം അതൊരിക്കലും ശാന്തമായിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ ശാരീരിക പ്രവർത്തനത്തിന്റെ തന്നെ താളം തെറ്റും. കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും. നല്ല ഉറക്കം അവർക്ക് കിട്ടില്ല. നമ്മളുടെ ശരീരം തന്നെയാണ് ഏറ്റവും വലിയ ഡോക്ടർ. പല രോഗങ്ങളെയും ചെറുക്കാൻ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ശക്തമായിട്ടിരിക്കണം. അതിന് നമുക്ക് ശാന്തമായ ഒരു മനസ്സ് ആവശ്യമാണ്. അപ്പോൾ ദുർബലമായ ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ്, എല്ലാ വൈരാഗ്യവും കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ ശാരീരിക പ്രവർത്തനത്തിന്റെ താളം തെറ്റിക്കും. നിങ്ങളെ വളരെ വേഗം ജീവിതശൈലി രോഗങ്ങളിലേക്കൊക്കെ എത്തിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇത് മാത്രം ചിന്തിച്ചാൽ നമ്മളോട് തെറ്റ് ചെയ്ത ഏതൊരു മനുഷ്യനോടും നമുക്ക് പൊറുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ പ്രത്യേകം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതിന്റെ അർത്ഥം അവരാണ് ശരിയെന്നല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അനീതി ചെയ്ത വ്യക്തികളോട് നിങ്ങൾ ക്ഷമ കാണിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വസ്തുത കൂടി ഓർക്കണം. ഒരിക്കലും രണ്ടാമതൊരിക്കൽ കൂടി അവർക്ക് നിങ്ങളെ വഞ്ചിക്കാനുള്ള, നിങ്ങളോട് അനീതി ചെയ്യാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. അവരാരാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ നാം എടുക്കേണ്ടതാണ്. അതേസമയം നമ്മുടെ മനസ്സിലുള്ള വിഴുപ്പ് ഭാണ്ഡങ്ങളെ ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി നമ്മുടെ ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഫോർഗീവ്നെസ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും.